നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. ഒബ്സസ്ഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അതുപോലെ തന്നെയായിരിക്കും നമ്മളെ തോട്ട്സും വർക്ക് ചെയ്യുക. ഓവറായിട്ട് നമ്മൾ കുറേ ചിന്തകൾ നമ്മളെ അടുത്ത് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളെ വൈബ്രേഷൻ, എനർജി, ഫ്രീക്വൻസി ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്ത് തന്നെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ലൈഫിൽ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് വ്യക്തമായ ധാരണയോടെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടൊരു ഹാർഡ് വർക്കോ അല്ലെ സ്മാർട്ട് വർക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളെ ജീവിതം കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. നമ്മളെ എനർജിയും വൈബ്രേഷനും ഫ്രീക്വൻസിയും ഒക്കെ അതിനനുസരിച്ച് ചേഞ്ച് ആവും. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഡയറക്ഷനും ക്ലാരിറ്റിയും ഒരു പീസ് ഓഫ് മൈൻഡും ഒന്നും നമുക്കില്ലാതെയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? നമ്മളെ യൂണിവേഴ്സിന് നമ്മളെ വൈബ്രേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനോ നമുക്ക് വേണ്ട സ്ഥലത്ത് നമ്മളെ എത്തിക്കാനോ പറ്റാതെയാവും. അതുകൊണ്ട് ലൈഫിൽ എന്ത് ചെയ്യുമ്പോഴും ഒരു ക്ലാരിറ്റിയോടെ നമ്മൾ ചെയ്യുക. റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ എന്ത് വർക്കും ചെയ്യുക. നമ്മളെ മൈൻഡും നമ്മളെ തോട്ട്സുമാണ് നമ്മളെ ജീവിതം എന്താവണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്.